നിങ്ങളോട് ഈ റിയൽ ലൈഫിൽ സെക്സ് എന്ന് പറയുന്ന അത്രയ്ക്ക് എൻജോയ്മെന്റും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമില്ല. ആണ് എപ്പോഴും നമുക്ക് അയാളോട് സ്നേഹം തോന്നണം, നമുക്കൊരു ഇന്റിമസി തോന്നണം, നമ്മുടെ സ്വന്തമാണെന്ന് തോന്നണം. അങ്ങനെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് നമ്മൾക്കത് ഒത്തിരി ചിലപ്പോൾ ചിലരത് ചെയ്യും. ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവന്റെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങുന്നു. അതല്ല, അവൻ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ അതൊരിക്കലും എന്നോട് ചെയ്യരുത് എന്റെ പെർമിഷൻ കൂടാതെ. പിന്നെ നമ്മുടെ സമൂഹത്തിൽ കല്യാണത്തിന് മുമ്പ് അത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? അത് എന്തുകൊണ്ട്? മക്കളെ, നിങ്ങളുടെ ശരീരം അതിന് ഡെവലപ്ഡ് അല്ല. 12-13 വയസ്സിൽ നമ്മൾ വളർന്നു വരുന്നതേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗവും അതിന് ഡെവലപ്ഡ് അല്ല. ഒന്ന്, മാനസികമായും ശാരീരികമായും നിങ്ങൾ ഡെവലപ്ഡ് അല്ല. പിന്നെ അഥവാ അതിൽ എന്തെങ്കിലും മുമ്പോട്ട് പോയാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങളുടെ പേരൻസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്ന. ഒരു ജോലി എത്തുന്നോടം വരെ പേരൻസ് അല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മുടെ സമൂഹം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇപ്പോഴേ തന്നെ നശിപ്പിച്ച് കളയണോ? അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഞങ്ങളുടെ കാലത്തൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു കൂടുതൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അല്ലെങ്കിൽ ലവ് മാരേജ്. ലവ് അല്ലെങ്കിൽ അറേഞ്ച്. ലവിൽ പിന്നെ അടിയും പിടിയും ഒക്കെ കളന്ന് കുളമാകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നെങ്കിൽ നമ്മുടെ പേരൻസിനോട് തുറന്ന് പറയാനുള്ള ഒരു ബന്ധം നമുക്ക് അവരുമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ പറയുന്ന പേരൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. പേരൻസും നമ്മളുമായിട്ട് അത്രയ്ക്ക് അടുത്ത്, ഒരു വൈകിട്ട് സ്കൂള് കഴിഞ്ഞു അപ്പനും അമ്മയും ജോലി കഴിഞ്ഞും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളൊന്ന് തുടങ്ങി നോക്ക്. അമ്മയുടെ അടുക്കെ പറഞ്ഞു നോക്ക്. നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പറഞ്ഞു നോക്ക്, അവര് കേൾക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും, കാരണം നമ്മളെക്കാൾ കൂടുതൽ ലോകം കണ്ടതാണ് നമ്മുടെ പേരൻസ്. ഇപ്പൊ എന്റേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞു, ഞാൻ ദുബൈയിൽ പോയി. കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഭർത്താവിന് ജോലിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിന്റെ ജോലി പോയപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം വീട്ടുകാര് കണ്ടുപിടിച്ച് തന്ന ആളാണ്ട് ഇപ്പൊ ജോലിയില്ല. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ജോലി പോയി, നിങ്ങൾ കണ്ടുപിടിച്ച് തന്നതല്ലേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് കള്ളു കുടിക്കുവോ? ഇല്ല. പെണ്ണുങ്ങളുടെ പുറകെ പോവുമോ? ഇല്ല. വിദ്യാഭ്യാസമുണ്ടോ? ഉണ്ട്. മിണ്ടാതിരുന്നു. വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്വഭാവമുണ്ട്, ഇതാണ് നോക്കേണ്ടത്. ജോലി നമുക്ക് പിന്നെയും കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പേരൻസ് ആരെ കണ്ടുപിടിച്ചു തരുന്നതോ അതെപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞ് എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കും ഇഷ്ടം പറയാം. ഒരാളെ കണ്ട് നമുക്ക് പറയാം നല്ലതാണോ ചീത്തയാണോ, എനിക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് നമുക്കും പറയാം. അതായത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരു പുതിയ ട്രെൻഡ്, നമ്മുടെ ഇഷ്ടം നമുക്ക് നമ്മുടെ പേരൻസിനോട് പറയണം. എന്നിട്ട് അവരൊരു തീരുമാനമെടുക്കും. ഇപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പുറകെ പോകുന്ന സമയമല്ല. അഥവാ ഒരു ഇഷ്ടം തോന്നിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് തുറന്ന് പറയാനുള്ള ഒരു അടുപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ഉണ്ടാക്കണം. ഒന്ന്. രണ്ടാമത്, ആ റിലേഷൻഷിപ്പ് എപ്പോഴും അത് എപ്പോഴും നമ്മൾ പവിത്രമായിട്ട് സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ശരീരം പവിത്രമാണ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അങ്ങനെയാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സെക്സ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതിനു മുമ്പ് നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചാൽ ആ ബന്ധം അവരൊരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല.